കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ മായൻ സാമ്രാജ്യത്തിനെ വിറപ്പിച്ച ഒരുത്തന്റെ കഥയാണ്. തന്റെ ഭാര്യയ്ക്കും മകനും വേണ്ടി ജീവൻ പണയം വെച്ചുള്ള പോരാട്ടം. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന രീതിയിലാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ലോക സിനിമയിലെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന അപ്പോക്കോലിപ്റ്റോ എന്ന സിനിമയുടെ കഥ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് അടിക്കാനും മറക്കരുത്. സിനിമയുടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ ഒരു പന്നി തന്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. അവനെ ഒരു കൂട്ടം കാട്ടുമനുഷ്യർ വേട്ടയാടുന്നുണ്ട്. പലതവണ അവൻ അവരിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ അവസാനം അവർ വെച്ച കെണിയിൽ ആ പന്നി കുടുങ്ങുന്നു. ഈ കൂട്ടത്തിലെ ഇവനാണ് നമ്മുടെ നായകൻ. ഇവന്റെ പേര് ജാഗോർ പൗ. കൂടെ അവന്റെ അച്ഛനും കൂട്ടുകാരുമുണ്ട്. അവന്റെ അച്ഛന്റെ പേര് ഫ്ലിൻഡസ് സ്കൈ എന്നാണ്. അദ്ദേഹം അവരുടെ തലവനാണ്. അങ്ങനെ അവരെല്ലാം തമാശയൊക്കെ പറഞ്ഞ് അവർ പിടിച്ച പന്നിയെ മുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായകന് അവിടെ വേറെ ആരോ ഉള്ളതുപോലെ തോന്നുകയാണ്. ആരാണ് അവിടെ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ ഒരുത്തൻ മുന്നോട്ട് വരുന്നു. അവന്റെ കൂടെ കുറച്ചു പേരുണ്ടായിരുന്നു. അവരെ ആക്രമിക്കാനായി നായകനും കൂട്ടരും ഒരുങ്ങുമ്പോൾ അവന്റെ പിതാവ് തടയുന്നു. അപ്പോൾ നമ്മുടെ നായകന്റെ അച്ഛൻ അദ്ദേഹം അവരോട് പറയുന്നു, ഞാനാണ് ഈ കാടിന്റെ അധിപൻ. ഇതെന്റെ മകൻ. എന്റെ കാലശേഷം എന്റെ മകനും അവന്റെ മകനും കൂടി ഈ കാട് ഭരിക്കും. ഇത് കേട്ടപ്പോൾ അവർ കുറച്ച് മീനുകൾ നായകനും കൂട്ടർക്കുമായി നൽകുന്നു. അവർ അത് എടുത്ത് പകരം അവർക്ക് നേരത്തെ അവർ വേട്ടയാടി പിടിച്ച പന്നിയുടെ ഇറച്ചി നൽകുന്നു. എന്നാൽ നമ്മുടെ നായകന് അയാളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു. കാരണം അയാൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. അയാളുടെ കണ്ണിൽ ഭയം അവൻ കണ്ടിരുന്നു. അതുമാത്രമല്ല, വളരെയധികം ഭയന്നാണ് അയാൾ സംസാരിച്ചിരുന്നത്. ഞങ്ങൾ ഇതുവഴി പോയിക്കോട്ടെ എന്ന് അയാൾ അവരോട് സമ്മതം ചോദിക്കുന്നു. അതിനെന്താ, പോയിക്കോളൂ എന്ന് നായകനും കൂട്ടരും പറയുന്നു. സമ്മതം കിട്ടിയപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്നവരെ അയാൾ വിളിക്കുന്നു. കാടിന്റെ മൂലയിൽ നിന്നും ബാക്കിയുള്ളവർ പുറത്തേക്ക് വരുന്നു. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവർ അങ്ങനെ നടന്നു പോകുന്നത് നായകനും കൂട്ടരും സംശയത്തോടെ നോക്കി നിൽക്കുന്നു. ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന നായകനെ നോക്കിക്കൊണ്ട് അയാൾ പറയുന്നു, ഞങ്ങളുടെ വീടും കിടപ്പാടവും പോയി. ഞങ്ങൾ പുതിയ സ്ഥലം തേടി പോകുകയാണ് എന്ന്. ഇതും കേട്ടത് നായകനാകെ ടെൻഷനാകുന്നു. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് നായകൻ മുന്നോട്ട് വരുന്നു. എന്നാൽ അവന്റെ അച്ഛൻ അവനെ തടയുന്നു. ശേഷം നമുക്ക് തിരിച്ചു പോകാം എന്ന് നായകന്റെ അച്ഛൻ പറയുന്നു. അവർ വേട്ടയാടി പിടിച്ച ഇറച്ചിയുമായി അവർ എല്ലാവരും അവരുടെ ഗ്രാമത്തിലേക്ക് നടന്നു നീങ്ങുന്നു. ആ യാത്രക്കിടെ മൂപ്പൻ, അതായത് നമ്മുടെ നായകന്റെ അച്ഛൻ, അദ്ദേഹം നായകനോട് നിൽക്കാൻ പറയുന്നു. എല്ലാവരും പോയ ശേഷം മൂപ്പൻ, നായകന്റെ അച്ഛൻ, അവനോട് സംസാരിക്കുന്നു. നേരത്തെ അവരെ കണ്ടത് മുതൽ നിന്നിൽ പല മാറ്റങ്ങളും ഞാൻ കാണുന്നു. നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്താണ് അവരിൽ കണ്ടത് എന്ന് അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നു. അവരിൽ ഭയമാണ് ഞാൻ കണ്ടത് എന്ന് നായകൻ മറുപടി നൽകുന്നു. ഭയം അതൊരു രോഗമാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ആ ഭയം നിന്നെ ബാധിച്ചിരിക്കുന്നു. നീ ഒരു ഭീരുവാകാനല്ല ഞാൻ നിന്നെ വളർത്തിയത്. എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം എന്ന് മൂപ്പൻ അവനോട് പറയുന്നു. അങ്ങനെ അവർ അവരുടെ ഗ്രാമത്തിൽ എത്തി. വളരെ സന്തോഷത്തോടെയും ഐക്യത്തോടെയുമാണ് അവർ ജീവിക്കുന്നത്. നായകന്റെ മകൻ ഒരു കുരങ്ങിന്റെ കൂടെ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ് നായകൻ. നായകന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. സെവൻ എന്നാണ് അവളുടെ പേര്. വളരെ സന്തോഷത്തോടെയാണ് നായകനും കുടുംബവും കഴിയുന്നത്. നായകനും കുടുംബവും മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളും വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. രാത്രിയിൽ പാട്ടും ഡാൻസും കഥ പറച്ചിലും ഒക്കെയായി അവർ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ഇതേ സമയം നായകൻ അവന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിലെ കുഞ്ഞ് വയറിൽ ചവിട്ടുന്നത്. അവനും നൃത്തം ചെയ്യുകയാണ് എന്ന് നായകൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഉറങ്ങുന്നു. പിറ്റേന്ന് പുലർച്ചെ നല്ല ഉറക്കത്തിലായിരുന്ന നായകൻ ഒരു സ്വപ്നം കാണുന്നു. ഇന്നലെ കണ്ടവൻ ഒരു ഹൃദയം പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് നായകന് സ്വപ്നം കണ്ടത്. അവൻ ഞെട്ടി ഉണരുന്നു. സ്വപ്നമാണെങ്കിൽ പോലും നായകന് എന്തോ അപകടമണക്കുന്നു. അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ നായകൻ. ഇതേ സമയം കുറച്ചു പേർ, കണ്ടാൽ പേടി തോന്നുന്ന രൂപത്തിലുള്ള ആയുധധാരികളായ കുറച്ചു പേർ നമ്മുടെ നായകന്റെ ഗ്രാമത്തെ ലക്ഷ്യമാക്കി വരികയാണ്. ഇതൊന്നും അറിയാതെ ആ ഗ്രാമത്തിലുള്ളവർ നല്ല ഉറക്കത്തിലാണ്. എന്നാൽ നമ്മുടെ നായകന് എന്തോ പന്തികേട് തോന്നി പുറത്തേക്ക് നോക്കുമ്പോൾ തീപ്പന്തവുമായി ആരൊക്കെയോ ഓടുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. അപകടം മനസ്സിലാക്കിയ നായകൻ ഓടിച്ചെന്ന് തന്റെ ഭാര്യയെയും കുട്ടിയെയും എഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ അപ്പോഴത്തേക്കും ഒരുത്തൻ അവരെ ആക്രമിക്കാനായി അവരുടെ കുടിലിലേക്ക് കയറിയിരുന്നു. എന്നാൽ ഹീറോ അവനെ എടുത്ത് പുറത്തേക്ക് ഒറ്റയേറ്. അപ്പോഴത്തേക്കും ആ ആക്രമികൾ അവരുടെ ഗ്രാമം മുഴുവൻ വളഞ്ഞിരുന്നു. പ്രായമായവരെ കൊന്നുകളയുന്നു. ഗ്രാമം മുഴുവനും തീയിടുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ദിയാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം നായകൻ അവന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനായി അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന കുഴിയിലേക്ക് ഒരു വള്ളി ഉപയോഗിച്ച് തന്റെ ഭാര്യയും മകനെയും ഇറക്കുകയാണ്. അവൾക്ക് പേടിയുണ്ട് എന്ന് അവൾ പറയുന്നു. പേടിക്കരുത്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ വന്നിരിക്കും, നായകൻ പറയുന്നു. എന്നാൽ ഇതേ സമയം രണ്ടു കൂട്ടരും
കാട്ടാളന്മാരുമായി പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. നായകന്റെ അച്ഛനും കൂട്ടരും ആവുന്നത്ര പൊരുതുന്നു. എന്നാൽ കാട്ടിൽ നിന്നും വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. അവരുടെ ആയുധബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഗ്രാമവാസികൾക്ക് സാധിച്ചില്ല. കുറെ പേർ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. ഇതിനിടയിൽ ഒരുത്തൻ നായകനെ കാണുന്നു. അവൻ നായകന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഇതും കണ്ടത് നായകൻ വേഗം ഭാര്യയും കുഞ്ഞിയും താഴെയിറക്കുന്നു. മറ്റവൻ അടുത്ത് എത്തിയപ്പോൾ നായകൻ പെട്ടെന്ന് കയറി വിടുന്നു. നിറഗർഭിണിയായ ആ സ്ത്രീ വയറും തല്ലി താഴേക്ക് വീഴുന്നു. അപ്പോഴത്തേക്കും മറ്റവൻ അവിടെ എത്തിയിരുന്നു. നായകനും അവനുമായി സംഘട്ടനം നടക്കുന്നു. അതിനിടെ ആ വന്ന ആക്രമി കുഴിയിലേക്ക് വീഴാനാവുന്നു. അപ്പോൾ അവന് കുഴിയിൽ ആളുണ്ട് എന്ന കാര്യം മനസ്സിലാകുന്നു. നായകൻ അവന്റെ കാല് പിടിച്ചിരുന്നു കുഴിയിലേക്ക് വീഴാതിരിക്കാൻ. നായകൻ അവന്റെ അരയിൽ നിന്നും ആയുധമെടുത്ത് അവനെ തല്ലി ഇഞ്ചപരുവമാക്കി കൊല്ലുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാനായി പോകുമ്പോൾ അവന്റെ ഭാര്യ പോകരുത് എന്ന് പറയുന്നു. ഞാൻ തിരിച്ചു വരും, സത്യം എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. പോകരുത് എന്ന് ഭാര്യ കെഞ്ചി പറയുന്നുണ്ട്. പക്ഷെ അവന് പോകാതിരിക്കാൻ വയ്യ. കാരണം അവന്റെ അച്ഛനും കൂട്ടുകാരുമാണ് അവിടെ മരിച്ച് വീഴുന്നത്. അവൻ പോകുന്നതിന് മുമ്പ് വള്ളിയുടെ ഒരറ്റം ഒരു മരക്കുറ്റിയിൽ കെട്ടുന്നു. എന്നാൽ ഇതേ സമയം ആ കാട്ടാളന്മാർ ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞിരുന്നു. സ്ത്രീകളെ ബന്ദിയാക്കി വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. നായകൻ ഓടിയെത്തുമ്പോൾ കണ്ട കാഴ്ച തന്റെ അച്ഛനെ ഒരുത്തൻ കൊല്ലാൻ നോക്കുന്നതായിരുന്നു. അവൻ ഓടി വന്ന് അവനെ ഒറ്റത്തള്ള്. അവൻ തെറിച്ച് ദൂരെ വീഴുന്നു. അതിനുശേഷം രണ്ടാളും പൊരിഞ്ഞ അടി. നായകൻ മറ്റവന്റെ കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് ഇറക്കി അവനെ കൊല്ലാൻ നോക്കുന്നു. എന്നാൽ പിന്നിൽ നിന്നും ഈ കാട്ടാളന്മാരുടെ നേതാവ് നായകനെ ലോക്ക് ചെയ്യുന്നു. തന്നെ കൊല്ലാൻ നോക്കിയ ദേഷ്യത്തിന് ആ തല്ലുകൊണ്ടവൻ നായകനെ കൊല്ലാൻ നോക്കുന്നു. എന്നാൽ കാട്ടാളന്മാരുടെ നേതാവ് അവനെ തടയുന്നു. ഇവൻ എനിക്ക് ജീവനോടെ വേണം, ആ തലവൻ പറയുന്നു. നായകനെ കൊല്ലാൻ പറ്റാത്ത ദേഷ്യത്തിൽ അവൻ ആകെ പ്രാന്ത് പിടിച്ച പോലെ അവന്റെ നിരാശ പ്രകടിപ്പിക്കുന്നു. നായകന്റെ അച്ഛനെയും അവർ പിടിച്ചിരിക്കുകയാണ്. അച്ഛനെ നോക്കിക്കൊണ്ട് എന്നോട് ക്ഷമിക്കച്ച എന്ന് അവൻ പറയുന്നു. ഇത് മറ്റവൻ കേൾക്കുന്നു. അപ്പോൾ അവന്റെ ഒരു തിരിഞ്ഞു നോട്ടമുണ്ട്. മരണത്തെക്കാൾ വലിയ വേദന നിനക്ക് ഞാൻ സമ്മാനിക്കും എന്ന മട്ടിൽ. നായകന്റെ മുന്നിലിട്ട് അവന്റെ അച്ഛനെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. അതിനായി അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ അവൻ പറയുന്നു. അപ്പോൾ നായകന്റെ അച്ഛൻ മകനോട് പറയുന്നു, ഒരിക്കലും നീ പേടിക്കരുത് എന്ന്. ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും മൂപ്പന്റെ കഴുത്ത് അവർ അരിയുന്നു. ചോര വാർന്നൊഴുകി അയാൾ മരിക്കുന്നു. നായകന് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നായകൻ. ഇതൊക്കെ നോക്കി നിൽക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ലായിരുന്നു. ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ തലയ്ക്ക് മറ്റവൻ ഒറ്റയടി. അതിനുശേഷം അവരെല്ലാവരും ഓരോ മുളക്കമ്പിൽ കെട്ടുന്നു. നായകന്റെ സുഹൃത്തിന്റെ ഭാര്യയെ അവളുടെ ഭർത്താവിന്റെ മുന്നിലിട്ട് ആ കാട്ടാളന്മാർ ഉപദ്രവിക്കുന്നു. അലറി കരയുകയല്ലാതെ അയാൾക്ക് തന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. കുട്ടികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ മുളകളിൽ കെട്ടിയിടുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കരയുന്നു. കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടതും നായകൻ തന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒളിപ്പിച്ച സ്ഥലം നോക്കുന്നു. എന്നാൽ അവൻ ആ കുഴി നോക്കുന്നത് കാട്ടാളന്മാരിൽ ഒരാൾ കാണുന്നു. അവന് സംശയം തോന്നി ആ കുഴി പരിശോധിക്കാനായി ആ കുഴി ലക്ഷ്യമാക്കി നടക്കുന്നു. ഇതും കണ്ടതും നായകന്റെ ഹൃദയമിടിപ്പ് കൂടി. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. കാട്ടാളൻ കുഴിയുടെ അടുത്ത് എത്തിയപ്പോൾ നേരത്തെ ഹീറോ കൊന്നവന്റെ മൃതശരീരം കാണുന്നു. അതിന് തട്ടിയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടും സംശയം മാറാത്തവൻ ചുറ്റും നോക്കുമ്പോൾ ഒരു വള്ളി കുഴിയിലേക്ക് കെട്ടിയിരിക്കുന്നത് കാണുന്നു. ഇതേ സമയം കുഴിയിൽ ഇരിക്കുന്ന നായകന്റെ ഭാര്യയ്ക്ക് ആരോ വരുന്ന കാലൊച്ച കേട്ട് അവൾ തന്റെ കുഞ്ഞിനെയും കൂട്ടി കുഴിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ആ കാട്ടാളൻ കുഴി എത്തി നോക്കുന്നു. അതിനകത്ത് ഒന്നും കണ്ടെത്താൻ അവന് സാധിക്കുന്നില്ല. എന്നാലും അവന്റെ സംശയം തീരുന്നില്ല. അവൻ ഒരു വലിയ പാറക്കല്ലെടുത്ത് കുഴിയിലേക്കിടുന്നു. ആ കല്ലിന്റെ ഒരു കഷ്ണം നായകന്റെ മകന്റെ കാലിൽ കൊള്ളുന്നുമുണ്ട്. ഇതൊക്കെ കണ്ട് നായകൻ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും മറ്റവന്റെ സംശയം തീരുന്നില്ല. അവൻ ആ കുഴിയിലേക്കുള്ള വള്ളി കട്ട് ചെയ്യുന്നു. ഇനി അവൾക്കും കുഞ്ഞിനും മുകളിലേക്ക് കയറി വരാൻ സാധിക്കില്ല. അങ്ങനെ ആ ബന്ദിയാക്കിയവരെ അവിടെ നിന്നും എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയാണ്. അപ്പോഴും നായകന്റെ നോട്ടം ആ കുഴിയിലേക്കാണ്. വള്ളി കട്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി അവൾക്ക് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റില്ല. താൻ എത്തിയില്ലെങ്കിൽ അവർ ആ കുഴിയിൽ കിടന്ന് മരിക്കും എന്നവൻ അറിയാം. അച്ഛനും അമ്മയും പോകുന്നത് കണ്ട് കുട്ടികൾ വാവിട്ട് കരയുകയാണ്. ഇന്നലെ വരെ സന്തോഷത്തിൽ ആർത്തു ചിരിച്ചിരുന്ന ആ കുട്ടികൾ ഇന്ന് നിർത്താതെ കരയുകയാണ്. സന്തോഷമായാലും സങ്കടമായാലും മാറി മറിയാൻ ഒരു രാത്രി പോലും വേണ്ടി വന്നില്ല. സന്തോഷത്തിന്റെ പ്രതീകമായ ആ ഗ്രാമം ഇന്ന് ശവപ്പറമ്പിന്റെ പ്രതീകമാണ്. നായകന്റെ ഭാര്യയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അവളും പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ ബന്ദിയാക്കിയവരെയും കൊണ്ട് നടന്നു ചെന്നത് വേറെയും ബന്ദിയാക്കിയവരുടെ അടുത്തേക്കായിരുന്നു. ആ ബന്ദികൾ സിനിമയുടെ തുടക്കത്തിൽ നായകനും കൂട്ടർക്കും മത്സ്യം സമ്മാനിച്ചവരായിരുന്നു. രണ്ടു കൂട്ടരെയും ഒന്നിച്ച് ഒറ്റ ഗ്രൂപ്പായി അവർ മുന്നോട്ടേക്ക് നടന്നു. തങ്ങളുടെ അച്ഛനെയും അമ്മയും പിന്തുടർന്ന് അവരുടെ മക്കളും അവരുടെ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ കാഴ്ച ആ കുട്ടികളുടെ അച്ഛനമ്മമാർ നിസ്സഹായതയോടെ നോക്കിക്കാണുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ വയറ്റിന് സാരമായി പരിക്കേറ്റ ഒരാൾ ആ ബന്ദികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നടക്കാൻ പറ്റാതെ അയാൾ തളർന്നു വീഴുന്നു. ഒരു തുള്ളി വെള്ളത്തിനായി അദ്ദേഹം യാചിക്കുന്നു. എന്നാൽ ആ കാട്ടാളൻ വെള്ളം കൊടുക്കുന്നില്ല. അതുമാത്രമല്ല അയാളുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ വെള്ളം കുടിക്കുന്നു. അതിനുശേഷം അയാളുടെ മുറിവിലേക്ക് വീണ്ടും കുത്തുന്നു. എഴുന്നേൽക്കാൻ ആക്രോശിക്കുന്നു. അപ്പോൾ നമ്മുടെ നായകൻ മുറിവേറ്റയാളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ആ കാട്ടാളൻ നായകനെ ഉപദ്രവിക്കുന്നു. അവനോട് സ്വയം എഴുന്നേൽക്കാൻ ആ കാട്ടാളൻ പറയുന്നു. എന്നാൽ അവന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിനുള്ള
ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ നായകനാണ്. ആ കാട്ടാളൻ നായകനെ തുടരെ മുള കൊണ്ട് അടിക്കുന്നു. ഇനിയും ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ജാഗോറിനെ മർദ്ദിക്കുമെന്ന് കരുതി ആ മുറിവേറ്റ മനുഷ്യൻ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നു. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോകുന്നു. അപ്പോഴും ആ കുട്ടികൾ അവരെ കരഞ്ഞുകൊണ്ട് പിന്തുടരുകയാണ്. ഇപ്പോൾ അവർ പുഴ മുറിച്ച് കടക്കുകയാണ്. കുറച്ച് വലിയ പുഴയാണ് അത്. പക്ഷെ കുട്ടികൾക്ക് ആ പുഴ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ അച്ഛനമ്മമാരെ കൊണ്ടുപോകുന്നത് അവർ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന ഒരു പെൺകുട്ടി തന്റെ അമ്മയെ നോക്കി പറയുന്നു, ഇവരെ ഓർത്ത് വിഷമിക്കരുത്, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ അവളുടെ അമ്മ, ദൈവമേ ഈ കുഞ്ഞുങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ് ആ മാതാപിതാക്കളുടേത്. തങ്ങളുടെ ജീവൻ പോകുമെന്നതോർത്തല്ല, പറക്കമറ്റാത്ത ആ കുട്ടികൾ കാടിന്റെ നടുവിൽ തനിച്ചു വിട്ടു വന്നിരിക്കുന്നു. അവർ എങ്ങനെ ജീവിക്കും? അതൊക്കെയായിരുന്നു ഇവരുടെ ചിന്ത. അങ്ങനെ അവരുടെ യാത്ര തുടരുന്നു. ഇപ്പോൾ അവർ ഒരു മലയുടെ ചരിവിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നേരത്തെ വയറിന് മുറിവ് പറ്റിയ ആൾ കാലിടറി കൊക്കയിലേക്ക് വീഴാൻ പോകുന്നു. അപ്പോൾ ആ മുളയിൽ കെട്ടിയ എല്ലാവരും ബാലൻസ് തെറ്റി അവന്റെ കൂടെ കൊക്കയിലേക്ക് വീഴാൻ പോകുന്നു. എന്നാൽ ഒരുത്തൻ അവിടെയുള്ള വേരിൽ കാല് ലോക്ക് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുന്നു. എന്നാൽ അവർക്ക് കയറി വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ കാട്ടാളക്കൂട്ടത്തിലെ ഒരുത്തൻ അവരെ വലിച്ചു കയറ്റാൻ മുന്നോട്ട് വരുന്നു. എന്നാൽ മറ്റവൻ അതിന് സമ്മതിക്കുന്നില്ല. ഇവർ എങ്ങനെ രക്ഷപ്പെടും? ഞാനൊന്ന് കാണട്ടെ എന്നവൻ പറയുന്നു. അങ്ങനെ അവർ കഷ്ടപ്പെടുന്നത് ആസ്വദിച്ചു നോക്കുകയാണ് അവൻ. നായകനും കൂട്ടരും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കയറുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഐക്യമാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ വയറിന് മുറിവ് പറ്റിയവനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. അങ്ങനെ അവരുടെ യാത്ര തുടരുന്നു. പെട്ടെന്ന് ആ കാട്ടാളന്മാരുടെ തലവൻ നോക്കുമ്പോൾ അവസാനത്തെ കൂട്ടത്തിൽ ഒരുത്തൻ ഇല്ല. അവൻ എന്തുപറ്റി എന്ന് അയാൾ മറ്റവനോട് ചോദിക്കുന്നു. അവന് വയ്യാത്തത് കൊണ്ട് ഞാൻ അവനെ കൊന്നു. ഇതും കേട്ടത് തലവന് ദേഷ്യം വരുന്നു. എന്നോട് ചോദിക്കാതെ അവനെ കൊല്ലാൻ നിനക്ക് ആരധികാരം തന്നു? ഇനി ഇത് ആവർത്തിച്ചാൽ എന്ന് പറഞ്ഞ് അയാൾ കത്തി ഊരുന്നു. അവിടെ എത്തുന്നതുവരെ ഇവരിൽ ആരുടെയെങ്കിലും എണ്ണം കുറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് തലവൻ പറയുന്നു. അങ്ങനെ രാത്രിയായി. അവർ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. എന്നാൽ എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. നമ്മുടെ നായകനും ഓർക്കുകയാണ്. താൻ ചെല്ലാതെ തന്റെ ഭാര്യയ്ക്കും മകനും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ യാത്ര തുടരുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ഒരു നശിച്ച ഗ്രാമത്തിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടി അവളുടെ അമ്മയുടെ മൃതദേഹത്തിന് അടുത്തിരുന്ന് കരയുന്നു. അവളുടെ അമ്മയ്ക്ക് എന്തോ അസുഖമുണ്ടായിരുന്നു. ആ അസുഖം ഈ കുട്ടിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ കുട്ടിയെ അല്പം ഭയത്തോടെയാണ് നോക്കുന്നത്. അവൾക്ക് അസുഖമുണ്ട്, അവൾ അടുത്തു വരാതെ നോക്കണം എന്നവർ പറയുന്നു. അതിനിടയിൽ ആ കുട്ടി മുന്നോട്ട് വരുന്നു. അപ്പോൾ ഒരുത്തൻ ആ കുട്ടിയെ തടയുന്നു. മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഒരു വടി കൊണ്ട് കുത്തി ദൂരെയാക്കുന്നു. അപ്പോഴാണ് ആ കുട്ടി നമ്മുടെ നായകനെ കാണുന്നത്. അവന് എന്തോ അത്ഭുതത്തോടെ ആ കുട്ടിയെ നോക്കുന്നു. അപ്പോൾ ആ കുട്ടി തന്നെ തടഞ്ഞ ആ കാട്ടാളനെ നോക്കിക്കൊണ്ട് പറയുന്നു, നിനക്ക് പേടിയാണല്ലേ? നിനക്കറിയണോ നിന്റെ മരണം എങ്ങനെയാണ് എന്ന്? പേടിക്കണ്ട, നിന്റെ സമയം അടുത്തു കഴിഞ്ഞു. അതിന് നിയോഗിക്കപ്പെട്ടവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. അങ്ങനെ അവൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കാതെ ആ കാട്ടാളന്മാർ മുന്നോട്ട് തന്നെ പോകുന്നു. എന്നാൽ അവർക്ക് അത് കേട്ടപ്പോൾ മുതൽ ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. അങ്ങനെ അവർ കാട്ടാളന്മാരുടെ നാട്ടിലേക്ക് എത്തുന്നു. അവിടെ ഇവർ പിടിച്ചുകൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ചിലർ പണിയെടുക്കുന്നതിന്റെ ചോര ഛർദ്ദിക്കുന്നുമുണ്ട്. എല്ലാവരും ഇവരുടെ അടിമകളാണ്. അങ്ങനെ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് അവർ എത്തുന്നു. അവിടെ കുറെ പേർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇവരെ തന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രായമായ ഒരാൾ ഓടി വന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഈ ബന്ദികളോട് പറയുന്നു. എന്നാൽ അയാളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ ഒരുപാട് പേർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഇറച്ചി, പച്ചക്കറികൾ, പല പല സാധനങ്ങൾ കച്ചവടത്തിനായി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ആ ബന്ദികൾ ആദ്യമായാണ് കാണുന്നത്. അതുമാത്രമല്ല അവിടെയുള്ളവർ ഇവരെ എന്തോ അർത്ഥം വെച്ച് നോക്കുന്നു. തങ്ങൾക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ വേറെ വഴിക്കും പുരുഷന്മാരെ വേറെ വഴിക്കുമായി വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിലേക്ക് കുറച്ച് സ്ത്രീകൾ വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന നീലനിറം പിടിച്ചോണ്ടുവന്ന പുരുഷന്മാരുടെ ദേഹത്തേക്ക് തേക്കുന്നു. എന്നാൽ പിടിച്ചോണ്ടുവന്ന സ്ത്രീകളെ അവർ ലേലം ചെയ്ത് വിൽക്കുകയാണ്. സ്വന്തം ഭാര്യമാരെ വിൽക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ നീല കളർ പൂശിയതിനു ശേഷം അവരെ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ കുറെ ചുമർ ചിത്രങ്ങൾ കാണുന്നു. ഇവരെ പോലെ നീല പെയിന്റ് അടിച്ച ആൾക്കാരുടെ ഹൃദയം പറിച്ചെടുക്കുന്നതും തലവെട്ടുന്നതുമായിരുന്നു ആ ചിത്രങ്ങൾ. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് ഇവരണ്ടാണ് അവർ നടക്കുന്നത്. അങ്ങനെ അവർ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ മുന്നിലെത്തുന്നു. ഇവരെ കണ്ടതും അവർ ആർപ്പ് വിളിക്കുന്നു. ഉച്ചത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നു. അവർക്കിടയിലൂടെ ബന്ദിയാക്കപ്പെട്ടവർ നടന്നു പോകുന്നു. അപ്പോഴാണ് അവർ മറ്റൊരു കാഴ്ച കണ്ടത്. കുറെ പേരുടെ തല വടികളിൽ കുത്തിവെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അവരുടെ പാതി ജീവൻ പോയി. അങ്ങനെ അവരെ പിരമിഡ് പോലെയുള്ള ഒരു ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറ്റുന്നു. അങ്ങനെ അവർ മുകളിലെത്തിയപ്പോൾ അവിടെ ഇവരെയും കാത്തു ഒരുപാട് പേർ ഉണ്ടായിരുന്നു.
പ്രത്യേകതരം മുഖമൂടിധാരികളും രാജാവും രാജ്ഞിയും രാജപുത്രനും മന്ത്രിമാരും അങ്ങനെ ഒരുപാട് പേർ. എന്നാൽ ഇവരെല്ലാം ഇവരെ തന്നെ ഉറ്റുനോക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ നായകനും കൂട്ടരും ആകെ പേടിച്ച് വിരണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്ന് ജനങ്ങളെ നോക്കി സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു മാറാ രോഗം പിടിപെട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ശക്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമാണ്. സൂര്യദേവന്റെ കോപത്താലാണ് ഈ ഭൂമി വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരമായി നാം ചെയ്യുന്ന ഈ ബലി സൂര്യഭഗവാനെ സന്തോഷിപ്പിക്കും. അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അതും പറഞ്ഞ് നീലക്കാർ തേച്ചിരുന്ന ഒരുത്തനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു കല്ലിൽ കിടത്തുന്നു. എന്നിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഒറ്റ കുത്ത്. ആ മുറിവിലൂടെ കൈയിട്ട് അവന്റെ തുടിക്കുന്ന ഹൃദയം കൈകൊണ്ട് പുറത്തെടുക്കുന്നു. എന്നിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ബന്ദികൾ. അവരാകെ തരിച്ചിരിക്കുകയാണ്. അടുത്തത് ഞങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ഹൃദയം എടുത്തതിന് ശേഷം അവന്റെ തല അറുത്തുമാറ്റി താഴേക്കെറിയുന്നു. ആ തല പിടിക്കാനും താഴെ മത്സരം നടക്കുന്നുണ്ട്. അതിനുശേഷം തല വെട്ടിമാറ്റിയ ശരീരവും താഴേക്കെറിയുന്നു. അത് കഴിഞ്ഞ് ആ ഹൃദയം തീയിലിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ അവർ ചൊല്ലുന്നുണ്ട്. അങ്ങനെ അടുത്തയാളെ പിടിച്ചു കൊണ്ടുവന്ന് ആ കല്ലിൽ കിടത്തി അവന്റെ നെഞ്ചിലും കത്തിയിറക്കുന്നു. അവന്റെ ഹൃദയവും എടുക്കുന്നു. ശേഷം അവന്റെ തല വെട്ടിമാറ്റി തലയും ശരീരവും താഴേക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ ഈ സമയവും നായകന്റെ മനസ്സിൽ അവന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നു. താൻ ഇവിടെ മരിച്ചാൽ അവർ എന്തു ചെയ്യും? അവർ എങ്ങനെ രക്ഷപ്പെടും? ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു അവന്റെ മനസ്സിൽ അപ്പോൾ. അടുത്തതായി നായകനെയാണ് അവർ ബലി കൊടുക്കാനായി തിരഞ്ഞെടുത്തത്. നായകനെ കല്ലിൽ കിടത്തി ഹൃദയം എടുക്കാനായി കത്തിയെടുത്ത് കുത്താനൊരുങ്ങുമ്പോൾ സൂര്യന്റെ പ്രകാശം കുറഞ്ഞു വരുന്നു. എന്തോ ഒന്ന് സൂര്യന്റെ മുന്നിലേക്ക് വരുന്നു. സത്യത്തിൽ സൂര്യഗ്രഹണമായിരുന്നു അത്. അവർക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതിനാൽ അവരെല്ലാം അന്തം വിട്ട് സൂര്യനെ നോക്കുകയാണ്. സൂര്യഗ്രഹണം പൂർണ്ണമായപ്പോൾ അവിടെ മുഴുവനും ഇരുട്ടായി. എല്ലാവർക്കും പേടിയാകുന്നു. എന്നാൽ കൂട്ടത്തിലെ പ്രധാനിയായ ആ മന്ത്രവാദി, ആരും പേടിക്കരുത്, സൂര്യഭഗവാൻ നമ്മുടെ ബലി സ്വീകരിച്ചിരിക്കുന്നു. ദൈവമേ, നിങ്ങൾക്ക് ആവശ്യമുള്ള രക്തം കിട്ടി തൃപ്തിയായെങ്കിൽ ഞങ്ങളിലേക്ക് വീണ്ടും പ്രകാശം ചൊരിയൂ. അപ്പോഴേക്കും സൂര്യഗ്രഹണം കഴിയുന്നു. വീണ്ടും സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പ്രകാശമില്ലാത്ത സൂര്യനെ ഇവരുടെ പ്രാർത്ഥനയിലൂടെയും ബലിയിലൂടെയുമല്ലേ അവർ പഴയ പോലെ ആക്കിയത്. ആ സന്തോഷം അവർക്കില്ലാതിരിക്കുമോ? അങ്ങനെ സൂര്യന് ആവശ്യം പോലെ രക്തം കിട്ടി. ഇനി ബലി വേണ്ട എന്ന് ആ പ്രധാനി പറയുന്നു. അങ്ങനെ നായകനെ ബലിക്കലിൽ നിന്നും മാറ്റുന്നു. ഇനി ഇവര് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കൊന്നുകളയാൻ പറയുന്നു. അങ്ങനെ നായകനെയും കൂട്ടരും ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഒരുപാട് ആയുധങ്ങൾ നിരത്തി വെക്കുന്നു. അതിലൊരു ആയുധമെടുത്ത് ആ കാട്ടാളന്മാരുടെ തലവൻ തന്റെ മകന് കൊടുക്കുന്നു. അവൻ അതും കിട്ടിയതും ഗ്രൗണ്ടിന്റെ മറ്റേ തലക്കൽ പോയി നിൽക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരെ തല്ലിക്കൊല്ലാനായിരുന്നു അവനെ അവിടെ നിർത്തിയത്. അങ്ങനെ ബന്ദിയാക്കി അവരുടെ കയ്യിലുള്ള കെട്ട് മുറിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ആ ചോളക്കാടിനപ്പുറം നിങ്ങളുടെ കാടാണ്, ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്ന്. ഇതും കേട്ടത് അവർ ഒന്ന് ഞെട്ടുന്നു. എന്നാലും മെല്ലെ മെല്ലെ രണ്ടുപേർ ഓടുന്നു. അപ്പോൾ ആ കാട്ടാളന്മാർ ഓരോ ആയുധം അവർക്ക് നേരെ പ്രയോഗിക്കുന്നു. കുന്തം, അമ്പ്, കല്ല്, അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അവർക്ക് നേരെ പ്രയോഗിക്കുന്നു. അതിലൊരു കല്ല് ഒരുത്തന്റെ തലയ്ക്ക് കൊള്ളുന്നു. അവൻ അപ്പോൾ തന്നെ വീഴുന്നു. മറ്റവൻ ഇപ്പോഴും ഓടുകയാണ്. അപ്പോൾ ഒരുത്തൻ ഒരു കുന്തമെറിയുന്നു. അതവന്റെ നെഞ്ചിൽ തന്നെ കയറുന്നു. എന്നിട്ടും അവൻ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നേതാവിന്റെ മകൻ വന്ന് അവരുടെ രണ്ടുപേരുടെയും തലക്കടിച്ച് കൊല്ലുന്നു. ഇനി അടുത്ത ഊഴം നായകന്റെയാണ്. അവനും വേറൊരുത്തനും ഓടുന്നു. എന്നാൽ അവരുടെ ദേഹത്ത് ഒരു ആയുധവും കൊള്ളുന്നില്ല. കാരണം അവർ വളഞ്ഞു പുളഞ്ഞാണ് ഓടുന്നത്. അങ്ങനെ ഒരമ്പ് നായകന്റെ കൂടെ വന്നവന്റെ വായിൽ തറഞ്ഞു കയറുന്നു. നായകൻ ഓടി അപ്പുറത്ത് എത്താനാവുന്നു. അപ്പോഴാണ് നേതാവ് തൊടുത്തുവിട്ട അമ്പ് നായകന്റെ ശരീരത്തിൽ കയറുന്നത്. നായകൻ താഴെ വീഴുന്നു. ഇതും കണ്ടത് ആ നേതാവിന്റെ മകൻ നായകനെ കൊല്ലാനായി വരുന്നു. അപ്പോൾ പെട്ടെന്ന് നായകന്റെ കൂട്ടുകാരൻ അവന്റെ കാല് പിടിച്ച് വലിക്കുന്നു. അവൻ നേരത്തെ മരിച്ചില്ലായിരുന്നു. ഈ നേരം നായകൻ ശരീരത്തിൽ കൊണ്ട അമ്പിന്റെ മുന ഓടിച്ചെടുക്കുന്നു. എന്നിട്ട് തന്നെ കൊല്ലാൻ വന്ന നേതാവിന്റെ മകന്റെ ചങ്കിലേക്ക് ഒറ്റക്കുത്ത്. ഇതൊക്കെ ദൂരെ നിന്നും അവന്റെ അച്ഛനായ നേതാവ് നോക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നായകന്റെ കുത്തുകൊണ്ട് നേതാവിന്റെ മകൻ മരിച്ചു വീഴുന്നു. ഇതും കണ്ടത് ആ നേതാവിന് സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ ഓടി തന്റെ മകന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അവൻ മരണവെപ്രാളം കൊണ്ട് പിടയുകയാണ്. അധികം വൈകാതെ അവൻ മരിക്കുന്നു. ഈ സമയം നായകൻ ചോളക്കാടിന്റെ ഉള്ളിലേക്ക് ഓടുന്നു. തന്റെ മകന്റെ മരണം കണ്ട് ആ നേതാവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നായകനെ കൊല്ലാതെ അയാൾക്ക് കലിതീരില്ല. നായകനെ പിടിക്കാനായി അവർ ചോളക്കാട്ടിലേക്ക് ഓടുന്നു. നായകൻ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ജീവനും കൊണ്ട് ഓടുകയാണ്. വെറി പിടിച്ച വേട്ടപ്പട്ടി പോലെ ആ കാട്ടാളന്മാരും അവന്റെ പിറകെയുണ്ട്. പെട്ടെന്ന് നായകന്റെ കാല് വഴുതി ഒരു കുഴിയിലേക്ക് വീഴുന്നു. അവൻ നേരെ നിന്ന് നോക്കിയപ്പോൾ ചുറ്റും ശവങ്ങളാണ്. ഇവർ ബലിക്കായി കൊണ്ടുവന്നവരുടെ ശവങ്ങൾ. അതിൽ മിക്കതും പുഴുവരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഭയപ്പെടാനുള്ള സമയം പോലും നായകനില്ല. ഒരു വിധത്തിൽ അവൻ ആ കുഴി വലിഞ്ഞു കയറുന്നു. ഇപ്പോൾ തൊട്ടു മുന്നിൽ അവന്റെ കാടാണ്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. ആ
കാടിന്റെ ഉള്ളിലേക്ക് ഒറ്റയോട്ടം. എന്നാൽ മറ്റവരും അവരെ പിടിക്കാനായി അവന്റെ തൊട്ടുപിറകിൽ തന്നെയുണ്ട്, വേട്ടപ്പട്ടി കണക്കെ. നായകന്റെ വയറിന് നല്ല പോലെ മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നിവർന്നു നിന്ന് ഓടാൻ സാധിക്കുന്നില്ല. പക്ഷെ അവൻ അവശതയൊക്കെ മറന്ന് ഓടി. അപ്പോഴാണ് അവിടെ ഒരു മരം ചരിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടത്. അപ്പോൾ തന്നെ അവൻ ആ മരത്തിന്റെ മുകളിലേക്ക് കയറി ഏറ്റവും ഉയരത്തിൽ ചെന്ന് മറഞ്ഞിരിക്കുന്നു. അവനെ പിന്തുടർന്ന് വന്ന കാട്ടാളന്മാർ അവൻ കിടക്കുന്ന മരത്തിന്റെ അടിയിലൂടെ പോകുന്നു. നായകൻ മരത്തിന്റെ മുകളിലായതുകൊണ്ട് തന്നെ അവർക്ക് അവനെ കാണുന്നില്ല. നായകന്റെ മുറിവിൽ നിന്നും ഒരു തുള്ളി ചോര അവനെ പിന്തുടരുന്നവരിൽ അവസാനം വന്നവന്റെ ദേഹത്തേക്ക് വീഴുന്നു. എന്നാൽ അവനത് അറിയുന്നില്ല. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നായകൻ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് മറ്റൊരു ശബ്ദം. എന്താണ് എന്ന് അറിയാൻ അവൻ തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴതാ ഒരു കരിമ്പുലി അവന്റെ നേർക്ക് ചീറ്റി നിൽക്കുന്നു. ഇതേ സമയം ആ കാട്ടാളന്മാർ ആ കാട് മുഴുവൻ തിരഞ്ഞിട്ടും നായകന്റെ പൊടി പോലും കാണുന്നില്ല. ഇവനിതെവിടെ പോയി എന്ന് അവർ ആലോചിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ ദേഹത്തുള്ള രക്തത്തുള്ളി അവർ ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവൻ മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യം. അങ്ങനെ അവരെല്ലാവരും സകല മരത്തിന്റെ മുകളിലും തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി നടക്കുന്നതിന് ഇടയിൽ ആരോ തങ്ങളുടെ നേർക്ക് ഓടി വരുന്ന ശബ്ദം അവർ കേൾക്കുന്നു. കുറച്ച് ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ നായകൻ തൊട്ടടുത്തു കൂടി ഓടിപ്പോകുന്നു. സംഭവം കരിമ്പുലിയിൽ നിന്നും ജീവൻ രക്ഷിക്കാനായാണ് നായകൻ ഓടുന്നത്. ഇതൊന്നും അറിയാതെ ആ കാട്ടാളന്മാർ അവന്റെ പിറകെ വച്ചുപിടിക്കുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ ഒരുത്തൻ നായകനെ തനിക്ക് തന്നെ പിടിക്കണം എന്ന വാശിയിൽ നായകന്റെ പിറകിൽ കൂടി ഓടുന്നു. എന്നാൽ അവൻ കരിമ്പുലിയെ കണ്ടിരുന്നില്ല. ഈ പിറകിലൂടെ വന്നവൻ നായകന്റെ തൊട്ടടുത്തെത്തി നായകനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കരിമ്പുലി അവനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ഓടി വന്ന് കരിമ്പുലിയെ അടിച്ചും കുത്തിയും കൊല്ലുന്നു. എന്നാൽ അപ്പോഴത്തേക്കും കരിമ്പുലി പിടിച്ചവൻ മരിച്ചിരുന്നു. കാരണം അവന്റെ മുഖത്തേക്കായിരുന്നു കരിമ്പുലി ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തത്. ഇതൊക്കെ കണ്ടതും കൂടെയുള്ളവർക്ക് ഭയമാകുന്നു. നമ്മുടെ ശകുനം ശരിയല്ല. ആദ്യം നിങ്ങളുടെ മകൻ മരിച്ചു, ഇപ്പോൾ ഇവനും, ഇങ്ങനെയൊക്കെ അവർ പറയുന്നു. എന്നാൽ നേതാവ് അവനിപ്പോൾ ഭയന്നാണ് ഓടുന്നത്. അവനെ കൊന്ന് അവന്റെ തൊലി ഉരിഞ്ഞ് ഞാനത് ധരിക്കും. ഇതും പറഞ്ഞ് അവർ വീണ്ടും അവനെ അന്വേഷിച്ച് ഓട്ടം തുടങ്ങുന്നു. അങ്ങനെ രാത്രിയാകുന്നു. നായകന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. അവൻ അവിടെ തന്നെ വിശ്രമിക്കുന്നു. എന്നാൽ മറ്റവർ പന്തവും കത്തിച്ച് അവനെ അന്വേഷിക്കുകയാണ്. ഇതും കണ്ടത് അവൻ അവശതയൊക്കെ മറന്ന് വീണ്ടും മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ രാവിലെയാകുന്നു. നായകനും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ പിന്തുടർന്ന് കാട്ടാളന്മാരും. അങ്ങനെ നായകനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ആ കാട്ടാളന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തന് മരത്തിൽ ഹീറോയുടെ ദേഹത്തുണ്ടായിരുന്ന നീല കളർ കാണുന്നു. അവനത് തൊട്ടു പരിശോധിക്കുന്നതിന് ഇടയിൽ ഒരു പാമ്പ് അവനെ കടിക്കുന്നു. കൂടെയുള്ളവർ ആ പാമ്പിന് തല്ലുകൊല്ലുന്നുണ്ടെങ്കിലും പാമ്പിന്റെ വിഷം അവനേൽക്കുന്നു. അവൻ തളർന്ന് മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ വന്ന് അവനോട് പറയുന്നു, കൈഞ്ഞരമ്പ് മുറിച്ചാൽ വേഗത്തിൽ നിനക്ക് മരിക്കാമെന്ന്. അവർ അവനെ ഉപേക്ഷിച്ച് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം വിഷമേറ്റവൻ കൈമുറിച്ച് രക്തം വാർന്ന് മരിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായകൻ ഓടുമ്പോൾ ഒരമ്പ് വന്ന് അടുത്തുള്ള മരത്തിൽ തറയ്ക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ആ കാട്ടാളന്മാർ. നായകൻ ജീവനും കയ്യിൽ പിടിച്ച് കുറച്ച് കൂടുതൽ വേഗത്തിൽ ഓടുന്നു. എന്നാൽ പിറകിലുള്ളവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അവന്റെ നേരെ എറിയുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് നായകൻ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നു. ഹീറോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലാണ്. വളരെ വലിയൊരു വെള്ളച്ചാട്ടം. എന്തു ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. പിന്തിരിഞ്ഞാൽ അവിടെ വെച്ച് അവന്റെ മരണം ഉറപ്പാണ്. വെള്ളച്ചാട്ടത്തിൽ ചാടിയാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം. നായകൻ അവന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നിട്ട് അവൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഒറ്റ ചാട്ടം. നായകൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി കാട്ടാളന്മാർ നോക്കുമ്പോൾ അവൻ പുഴ നീന്തി കടക്കുന്നു. അവൻ ഒന്നും സംഭവിച്ചിരുന്നില്ല. അവൻ ആ ഒഴുക്കുള്ള പുഴ വളരെ കഷ്ടപ്പെട്ട് നീന്തി കരക്ക് കയറുന്നു. കരക്ക് കയറിയതിനു ശേഷം നിവർന്നു നിന്ന് അവൻ അവരെ വെല്ലുവിളിക്കുന്നു. ഈ ഒരു സീൻ എടുത്തു പറയേണ്ട ഒരു സീൻ തന്നെയാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചുള്ള ആ ഒരു നിൽപ്പ്, അതൊരു നിൽപ്പ് തന്നെയാണ്. നായകൻ ആ കാട്ടാളന്മാരോട് പറയുന്നു, എന്റെ പേര് ജാഗർ പൗ, ഫ്ലിൻസ്കൈയുടെ മകൻ. എനിക്ക് മുന്നേ ഈ കാട് എന്റെ അച്ഛൻ ഭരിച്ചു. ഇനി ഈ കാട് എന്റേതാണ്. ഞാനും എന്റെ മകനും ഈ കാട് ഭരിക്കും. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നവൻ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടപ്പോൾ കാട്ടാളന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ, നമുക്ക് തിരിച്ചു പോകാം, അതായിരിക്കും നല്ലത് എന്നവൻ പറയുന്നു. അവനത് പറഞ്ഞു തീരുന്നതിന് മുന്നേ നേതാവ് അവന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തിയിറക്കുന്നു. അവൻ മരിച്ച് ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നു. നമ്മൾ ഈ വെള്ളച്ചാട്ടം ചാടാൻ പോകുന്നു എന്ന് നേതാവ് പറയുന്നു. എന്നിട്ട് അവർ ഓരോരുത്തരായി വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്നു. അതിൽ ഒരാളുടെ തല പാറക്കല്ലിൽ ഇടിച്ച് അവൻ മരിക്കുന്നു. എന്നാൽ നമ്മുടെ നായകൻ ഈ നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ സ്വന്തം ജീവൻ പണയം വെച്ച് ചാടും എന്നത്. നായകൻ അപ്പോൾ തന്നെ ജീവൻ കൊണ്ട് ഓടുന്നു. ഓടുന്നതിനിടെ നായകൻ ഒരു ചതുപ്പിലേക്ക് വീഴുന്നു. നല്ല ആഴമുള്ള ചതുപ്പായിരുന്നു അത്. കരിയില മൂടിയതുകൊണ്ട് നായകൻ അത് ശ്രദ്ധിച്ചില്ല. മുന്നിലുണ്ടായിരുന്ന കയർ പിടിച്ച് കയറാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ കയർ പൊട്ടി അവൻ വീണ്ടും ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്നു. ഇതേ സമയം വില്ലന്മാർ പുഴ നീന്തി കരക്ക് കയറി. വലിയ പരിക്കുകളൊന്നുമില്ലാതെ അവരും കരക്കെത്തുന്നു. ഇതേ സമയം നായകൻ കഷ്ടപ്പെട്ട് എങ്ങനെയെല്ലാം ആ ചതുപ്പിൽ നിന്നും കരക്ക് കയറുന്നു. അവന്റെ ദേഹം മുഴുവനും ചളിയാണ്. നായകൻ വീണ്ടും ഓടുന്നു.
പെട്ടെന്ന് അവൻ നിൽക്കുന്നു. ഇതെന്റെ കാടാണ്. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്? ഇനി ഓടേണ്ടത് ഞാനല്ല, അവരാണ് എന്ന മട്ടിലായിരുന്നു നായകന്റെ അനങ്ങാതെയുള്ള ആ നിൽപ്പ്. എന്നാൽ മറ്റവർ നായകനെ പിടിക്കാനായി ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. ആ വന്നവർ നായകൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിശയത്തോടെ നോക്കുന്നു. കാരണം ചളിയിൽ കുളിച്ച രൂപത്തിലാണ് നായകൻ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. കയ്യിൽ എന്തോ പൊതിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന കാട്ടാളന്മാരുടെ മുന്നിലേക്ക് ഹീറോ കയ്യിലുണ്ടായിരുന്ന കടന്നൽ കൂട് എറിയുന്നു. കടന്നൽ ഇളകിയുള്ള അവസ്ഥ പറയണമോ? അവരെ കടന്നൽ അറഞ്ഞമുറഞ്ഞം കടിക്കുന്നു. ഈ തക്കത്തിന് ഹീറോ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. കുറെ നേരം കടന്നലിന്റെ കടി കിട്ടിയ ശേഷം അവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇതേ സമയം ഓടുകയായിരുന്ന നായകൻ എന്തോ കണ്ട് നിൽക്കുന്നു. സംഭവം എന്തെന്നാൽ അവിടെ ഒരു വിഷത്തവള ഉണ്ടായിരുന്നു. അവന് ആ തവളയെടുത്ത് തൊട്ടടുത്തുള്ള മരത്തിൽ നിന്നും കുറച്ച് കട്ടിയുള്ള മുള്ളുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം തവളയുടെ ദേഹത്ത് കുത്തി ആ മുള്ളുകളിൽ വിഷം പുരട്ടുന്നു. അതിനുശേഷം കുറച്ച് മുന്നോട്ട് പോയി ഒരു കുളത്തിന്റെ അടുത്ത് എത്തുന്നു. അവിടെ വെച്ച് കൈയും മുഖമൊക്കെ കഴുകി തന്റെ ദേഹത്തുണ്ടായിരുന്ന അഴുക്ക് അവിടെ ഉണ്ടായിരുന്ന ഇലകളിലും മരത്തിന്റെ വേരിലുമൊക്കെ തേച്ചു പിടിപ്പിക്കുന്നു. സത്യത്തിൽ ഹീറോ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഹീറോ ചുറ്റി വന്ന് ഒരു കുറ്റിക്കാട്ടിൽ അവരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. അല്പം കഴിഞ്ഞതും അവർ അവിടേക്ക് എത്തുന്നു. ചെളി കണ്ടതും അവൻ ഇതുവഴി പോയി കാണുമെന്ന് കരുതി അവർ അതുവഴി ഓടുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് നായകൻ അവിടെ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നും ഒരു വലിയ ഇല പറിക്കുന്നു. അത് മടക്കി ഒരു പൈപ്പ് പോലെ ആക്കുന്നു. ശേഷം ഏറ്റവും അവസാനമുണ്ടായിരുന്ന അവന്റെ ദേഹത്തേക്ക് ആ വിഷസൂചി ഊതി വിടുന്നു. അത് അവന്റെ ദേഹത്ത് കൃത്യമായി തറക്കുന്നു. അപ്പോൾ തന്നെ അവൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീഴുന്നു. അവൻ വീണത് കണ്ട് അവന്റെ ആയുധമെടുക്കാനായി നായകൻ ഓടി വരുന്നു. ഇതേ സമയം പിറകിൽ ഉള്ളവനെ കാണാത്തത് കൊണ്ട് ആ കൂട്ടത്തിലെ ഒരുത്തൻ അവനെ അന്വേഷിച്ചു വരുന്നു. അപ്പോഴാണ് തങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തൻ വീണ് കിടക്കുന്നതും അവന്റെ ആയുധമെടുക്കാൻ നായകൻ വരുന്നതും ആ കാട്ടാളൻ കാണുന്നത്. നായകന്റെ നോട്ടം ആയുധത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ വില്ലൻ നായകനെ ആക്രമിക്കാൻ മുന്നോട്ടേക്ക് ഓടുന്നു. ആയുധമെടുക്കാനായി നായകൻ മുന്നോട്ട് കുതിക്കുന്നു. രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ വില്ലൻ തന്റെ ആയുധമെടുത്ത് നായകനെ അടിക്കുന്നു. എന്നാൽ നായകൻ അതിവിദഗ്ധമായി ആ അടിയിൽ നിന്നും രക്ഷപ്പെടുന്നു. അതിനുശേഷം ആ വീണുകിടക്കുന്ന ആയുധമെടുത്ത് മറ്റവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ വില്ലൻ മുട്ടുകുത്തി അവന്റെ മുന്നിലേക്ക് വീഴുന്നു. ഇവനാണ് നായകന്റെ അച്ഛനെ കൊന്നത്. അവന്റെ കീഴ്ത്താടി നോക്കി ഒറ്റയടി കഥം. അവൻ സ്പോട്ടിൽ തന്നെ യമപുരി എത്തി. ആ അടി കൊടുത്തപ്പോൾ ഹീറോയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പെട്ടെന്നായിരുന്നു ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങിയത്. തന്റെ ഭാര്യയും മകനും കുഴിക്കുള്ളിലാണ്. മഴ ഇങ്ങനെ പെയ്താൽ അവരുടെ അവസ്ഥ എന്താകും? നായകൻ വീണ്ടും ഓടുന്നു. അപ്പോഴാണ് ബാക്കിലുള്ള വില്ലന്മാർ അങ്ങോട്ടേക്ക് എത്തിയത്. തിരിഞ്ഞോടുന്ന നായകനെ കണ്ടതും അവർ അവന്റെ പിറകെ വച്ചുപിടിക്കുന്നു. ഇതേ സമയം നായകന്റെ ഭാര്യയും കുഞ്ഞും നിൽക്കുന്ന കുഴിയിൽ വെള്ളം വന്ന് നിറയാൻ തുടങ്ങി. കാരണം മഴ അത്രയ്ക്ക് ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവൾക്ക് പ്രസവ വേദനയും വന്നിരുന്നു. അപ്പോഴത്തേക്കും അവൻ അവിടെ എത്തി. അവനെ കണ്ടതും ഞങ്ങളെ രക്ഷിക്കാൻ അവൾ പറയുന്നു. എന്നാൽ അവന്റെ പിറകെ വില്ലന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ അവിടെ നിന്നും ഓടുന്നു. ഓടി കുറച്ചു കഴിയുമ്പോൾ അവൻ എന്തോ ഒന്ന് ഓർത്ത് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും കാട്ടാളന്മാരുടെ നേതാവ് അവിടേക്ക് എത്തുന്നു. അയാൾ ഒരമ്പ് നായകന്റെ നേർക്ക് പായിക്കുന്നു. ആ അമ്പ് നെഞ്ചിൽ തന്നെ തറയ്ക്കുന്നു. അപ്പോൾ തന്നെ നായകൻ താഴെ വീഴുന്നു. എന്നാൽ അവൻ വീണെടുത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിനുശേഷം ആ അമ്പ് വലിച്ചൊളിച്ച് ദൂരെ കളയുന്നു. തന്റെ മോനെ കൊന്ന ദേഷ്യവും ഈ നിൽപ്പും കണ്ട് ആ നേതാവിന് അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കത്തിയെടുത്ത് നായകന്റെ നേർക്ക് അയാൾ ഓടി വരുന്നു, നായകന്റെ നെഞ്ചു പിളർക്കാനായി. അങ്ങനെ ഓടുന്നതിന് ഇടയിൽ അയാളുടെ കാൽ ഒരു വള്ളിയിൽ തട്ടുന്നു. അപ്പോൾ ആദ്യം ഇവർ പന്നിക്ക് വെച്ച പോലെ അവിടെ ഒരു കെണി ഹീറോ സെറ്റ് ചെയ്തിരുന്നു. അത് ഈ നേതാവിന്റെ നെഞ്ചത്തും വയറിലും കുത്തിയിറങ്ങുന്നു. അയാൾ അതിൽ കുടുങ്ങുന്നു. മരണം മുന്നിലുണ്ടായിട്ടും അയാളുടെ കണ്ണിൽ മരണഭയം ലെവലേശം ഇല്ലായിരുന്നു. മറിച്ച് നായകനെ കൊല്ലാൻ പറ്റാത്ത നിരാശ മാത്രമായിരുന്നു ആ കണ്ണുകളിൽ. അങ്ങനെ പിടഞ്ഞ് അയാൾ മരിക്കുന്നു. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ അവിടത്തേക്ക് ഓടിയെത്തുന്നു. തങ്ങളുടെ നേതാവിന്റെ ശവശരീരം കണ്ടവർ പതറുന്നുണ്ടെങ്കിലും നായകനെ പിടിക്കാനായി നായകന്റെ പിറകെ അവർ ഓടുന്നു. ഇതേ സമയം നായകന്റെ ഭാര്യയുള്ള കുഴിയിൽ വെള്ളം കഴുത്തറ്റം എത്തിയിരിക്കുന്നു. തന്റെ മകനെ ചുമലിൽ കയറ്റി അവൾ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഇപ്പോൾ തല മാത്രം വെള്ളത്തിന് പുറത്താണ്. അവൾക്ക് പ്രസവവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അവസാനം അവൾ ആ വെള്ളത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അപ്പോൾ തന്നെ അവൾ ആ കുഞ്ഞിനെ വെള്ളത്തിന് മുകളിൽ പൊക്കിപ്പിടിക്കുന്നു. ഒരു കുഞ്ഞ് മുതുകിലും ഒരു കുഞ്ഞ് കയ്യിലുമായി അവൾ അവളുടെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്, അവൻ വരുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ നായകൻ ഓടി ഒരു കടൽ തീരത്തെത്തി. ഇനി അവന് ഓടാൻ വയ്യ. അവന്റെ കാലുകൾക്ക് ബലമില്ല. അങ്ങനെ അവൻ ആ കടൽ തീരത്തിരിക്കുന്നു. പെട്ടെന്ന് അവൻ തല ഉയർത്തി നോക്കുന്നു. അപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവൻ ആകെ അമ്പരക്കുന്നു. അവൻ മാത്രമല്ല, അവനെ പിടിക്കാനായി വന്ന ആ ബാക്കിയുള്ള കാട്ടാളന്മാരും അത്ഭുതത്തോടെ ആ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. കടലിൽ വലിയ കപ്പലുകൾ വന്നിരിക്കുന്നു. അവരിൽ കുറെ പേർ കരലക്ഷ്യമാക്കി വരുന്നുണ്ട്. അത് മിഷണറി പ്രവർത്തകരായിരുന്നു. നമ്മുടെ നായകൻ അവിടെ നിന്ന് തന്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാനായി തിരിഞ്ഞോടുന്നു. ഓടി അവൻ കുഴിക്കുള്ളിൽ നോക്കുമ്പോൾ ഭാര്യ തന്റെ 2 കുഞ്ഞുങ്ങളെയും മുറുകെ പിടിച്ച് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു. അവൻ അവരെ രക്ഷിച്ച് കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു.
അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കപ്പലുകൾ അവന് കാണുന്നു. അത് എന്താണ് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അത് മനുഷ്യനെ കൊണ്ടുപോകുന്ന സാധനമാണ് എന്ന് അവൻ മറുപടി നൽകുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകണോ എന്ന് ഭാര്യ വീണ്ടും ചോദിക്കുന്നു. വേണ്ട, നമുക്ക് കാട്ടിലേക്ക് തന്നെ പോകാം, നമുക്കവിടെ പുതിയൊരു ലോകം ഉണ്ടാക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ കാട്ടിലേക്ക് നടന്നു പോകുന്നു. അതും കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറാതെ പടപൊരുതിയ നായകന്റെ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നന്ദി.